നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. സോ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സിവിൽ എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ലാബ് കോഡ് വരുന്നത് CL201 ആണ്. ഇതും ലാബാണ്, പക്ഷെ നമുക്ക് എക്യുപ്മെന്റ് തരുന്നതിനും അതുപോലെ നമ്മൾ റീഡിങ്സ് ഒബ്സർവ് ചെയ്യുന്നതും ഒക്കെ ഇത് വേറെ രീതിയിലാണ്. ഇത് നമ്മളൊരു സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ നമുക്ക് പ്ലാൻ വരയ്ക്കേണ്ടതും അത് ഓർഗനൈസ് ചെയ്യേണ്ടതും അതിനെ അറേഞ്ച് ചെയ്യേണ്ടതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ അതിനെ പറ്റിയുള്ളൊരു ലാബാണ്. സോ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് ലാബ് എന്ന് പറയുമ്പം ആസ് എ സിവിൽ എഞ്ചിനീയർ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബാണ്. ഇറ്റ് ഇസ് എ മൈൽ സ്റ്റോൺ. സോ നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവിലോട്ട് വരാം. നമുക്ക് ഇവിടെ കിട്ടുന്ന എക്യുപ്മെന്റ് നമുക്ക് സാധാരണ മറ്റ് ലാബുകളിൽ നമ്മൾ സർവേ ലാബ് പഠിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് എക്യുപ്മെന്റ് കിട്ടും. എങ്ങനത്തെ എക്യുപ്മെന്റ് ആണ് കിട്ടുന്നത്? നമുക്കൊരു ചെയിൻ തരും, ടേപ്പ് തരും, റേഞ്ചിങ് റോഡ്, നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വിസിബിൾ ആവുന്ന, അതുപോലെ തന്നെ നമുക്ക് ഫീൽഡിൽ ഇറങ്ങി ചെയ്യാൻ കഴിയുന്ന, പ്രാക്ടിക്കലി ഒരുപാട് ചെയ്യാൻ കഴിയുന്ന എക്യുപ്മെന്റ്സ് നമുക്ക് തരും. പക്ഷെ അതേസമയം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ലാബിൻ്റെ അകത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പെൻസിൽ, സ്കെയിൽ, എറൈസർ, പിന്നെ നമുക്കൊരു ഡ്രോയിങ് ഷീറ്റ്, ദെൻ മാനുവലി വരയ്ക്കുമ്പോൾ നമുക്കൊരു മിനി ഡ്രാഫ്റ്റർ ആണ്, ഒരു T-സ്ക്വയർ കാണും. ദെൻ അല്ലാതെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിതെല്ലാം മാനുവലല്ല, നമ്മൾ കുറച്ചുകൂടെ മൈൻഡിൽ റീഡ് ചെയ്ത് കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പ്ലാനിംഗ് ലാബ് എന്ന് പറയുന്നത്. സോ നമുക്ക് സിലബസിന്റെ ഒബ്ജക്റ്റീവിലേക്ക് വരാം. ഒബ്ജക്റ്റീവ് പറയുന്നത് The course is designed to introduce the fundamentals of civil engineering drawing and understand the principles of planning. ഞാൻ പറഞ്ഞു നമ്മളൊരു സിവിൽ എഞ്ചിനീയർ ആണ്. സോ നമ്മളൊരു എഞ്ചിനീയർ പോസ്റ്റിലെത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിയുമ്പോൾ നോർമലി നമ്മുടെ ബന്ധുക്കളും റിലേറ്റീവ്സ് കസിൻസ് ഒക്കെ പറയും, ഓ നമ്മളൊരു സിവിൽ എഞ്ചിനീയർ ആണെന്നവർ അംഗീകരിക്കും. എപ്പോഴാണ് നമ്മൾ അടുത്ത് അവർ പറയും, നമുക്കൊരു വീട് വെക്കണം, നിങ്ങളൊരു പ്ലാൻ വരച്ച് തരൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാൻ കഴിയണം. സോ അതിനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് നിങ്ങൾ ഇനി 4 വർഷം പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് പ്ലാനിലോട്ട് വരുമ്പോൾ ഒരു ഡ്രാഫ്റ്റിംഗ് ലാബ് നമുക്ക് S3 ഇതേ വരുന്നുള്ളൂ. ഇത് തന്നെ ഓട്ടോക്യാഡും വരുന്നുണ്ട്, ഇത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാം കോർ സബ്ജക്റ്റുകൾ പഠിച്ച് പോകും. നമുക്ക് ഡ്രോയിങ്ങിന് വേറെ ഒരു സബ്ജക്റ്റിലേക്ക് പോകാനായിട്ടില്ല. സോ നിങ്ങളൊരു ഫണ്ടമെന്റൽസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ ഈ ഒരു സെമ്മിൽ തന്നെ പഠിച്ചെടുക്കണം. സോ നിങ്ങൾ ജസ്റ്റ് എക്സാമിന് പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കരുത്. ഇത് കുറച്ചുകൂടെ ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് യൂസ് ചെയ്യാം. ഒരുപാട് പേര് ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് ഓട്ടോക്യാഡ് ഇതുപോലെയുള്ള കോഴ്സിന് പോയി പഠിക്കും. സോ എല്ലാവരും ഒന്നും പറയുന്ന പോലെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് വരില്ല അല്ലേ. എല്ലാവർക്കും ഇത് ബിടെക് കഴിയുമ്പം കുറച്ച് പേർക്കൊക്കെ ഡ്രോയിങ് ഫീൽഡിലേക്ക് പോകുന്നു. ഓട്ടോക്യാഡോ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് ഒരു ഡ്രോയിങ് ഫീൽഡിലേക്ക് പോകും. സോ അവർക്കായാലും മറ്റുള്ളവർക്കായാലും എന്തായാലും സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പ്ലാനിങ്, ഡ്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റൽസ് ആണ്, ബേസിക്സ് ആണ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ് വരുമ്പം നമുക്ക് ആദ്യം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ഫണ്ടമെന്റൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആവണം. ഓക്കെ, മനസ്സിലാക്കി എടുക്കാൻ ഈ ഒരു കോഴ്സ് കൊണ്ട് പറ്റണം എന്നാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ദെൻ വരുന്നത് സ്റ്റുഡൻസ് വിൽ ബി എബിൾ ടു ലേൺ ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ബിൽഡിംഗ്സ് മാനുവലി ആൻഡ് യൂസിങ് ഡ്രോയിങ് സോഫ്റ്റ്വെയർ സച്ച് ആസ് ഓട്ടോക്യാഡ്. നൗഡേയ്സ് നമുക്കറിയാം, മാനുവലി ഒരു വീടിന്റെ പ്ലാൻ, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ വീടിന്റെ പ്ലാൻ നമ്മളിപ്പോൾ മാനുവലി അങ്ങനെ വരച്ചു കൊടുക്കാറില്ല. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്, നല്ല വശങ്ങളും ഉണ്ട്, ഡ്രോബാക്സും ഉണ്ട്. അതെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. പക്ഷെ നമുക്കിപ്പം ഒരു പ്ലാൻ വരച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ മാനുവലി അല്ല വരയ്ക്കുന്നത്. നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, BIM, ഓട്ടോക്യാഡ്, റിവെറ്റ്, അങ്ങനെ ഒരുപാട് 3ds Max, ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. സോ എന്നിരുന്നാലും നമ്മളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് തൊട്ട് പഠിച്ചു വരികയാണ്. സോ നമുക്ക് മാനുവലി വരയ്ക്കേണ്ടത് അറിഞ്ഞിരിക്കണം. ഓക്കെ, മാനുവലി എങ്ങനെ വരയ്ക്കണം എന്ന് അറിഞ്ഞ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദ സ്റ്റുഡൻസ് വിൽ ബി എബിൾ ടു ലേൺ ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ബിൽഡിംഗ്. ആദ്യം നിങ്ങൾ മാനുവലി പഠിക്കുക. ദെൻ ഞാൻ യൂസിങ് ദ സെയിം ഈ പ്ലാൻസ് തന്നെ നിങ്ങൾ യൂസിങ് എ ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തും പഠിക്കുക. ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഒരുപാടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓട്ടോക്യാഡ് ആണ്. ഓക്കെ,
സോ നമുക്ക് സിഒസ് വരാം. സിഒസ് മീൻസ് കോഴ്സ് ഔട്ട്കംസിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു ലാബ് മൊഡ്യൂൾ വൈസ് അല്ല തന്നിട്ടുള്ളത്. ടോട്ടൽ ഒരു 15 എക്സ്പെരിമെന്റ്സ് ഉണ്ട്. സോ ഇതിന് 4 സിഒസ് ആണ് വരുന്നത്. ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം എന്ന് പറയുമ്പം ഇല്ലുസ്ട്രേറ്റ് ദ എബിലിറ്റി ടു ഓർഗനൈസ് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് പ്രൊഫഷണലി. ഓക്കെ, നിങ്ങൾക്കൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സിസ്റ്റമാറ്റിക്കലിയും പ്രൊഫഷണലിയും ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ക്ലയന്റ് വന്നിട്ട് പറയണം എനിക്കൊരു വീട് വേണം, എനിക്ക് 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ദെൻ ഒരു കിച്ചൺ, ഒരു ഫോയർ, സിറ്റ് ഔട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് അവരുടെ എന്തോ പറയുന്നത്, അവരുടെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫേവർ പറയുകയാണ്. സോ കിച്ചൺ എവിടെ വരും, പിന്നെ ബാത്റൂം എവിടെ വരണം, ബെഡ്റൂംസ് എവിടെ വരണം, മാസ്റ്റർ ബെഡ്റൂം എവിടെ, ഇതൊക്കെ നമ്മളാണ് ഐഡിയലി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട നമ്മളാണ്, എഞ്ചിനീയേഴ്സ് ആണ്. സോ ഇതിന് വാസ്തു കാര്യങ്ങളൊക്കെ പൊസിഷൻ ഡയറക്ഷൻ ഒക്കെ നോക്കും. അതെല്ലാവരും പഠിക്കുന്നതല്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ. നമുക്ക് ഒരു വീടിന്റെ സ്റ്റൈൽ നമുക്കറിയാം. സിറ്റ് ഔട്ട്, ഹോള്, ഡൈനിങ്, ഹോൾ ഇൻകം ഡൈനിങ്, ദെൻ സൈഡിലേക്ക് റൂമുകൾ, കിച്ചൺ, ഇങ്ങനെയാണ് പോകുന്നത്. സോ അതൊരു സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്കൊരു ക്ലയന്റിന്റെ ഫേവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന ആ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. വെറുതെ ഡെവലപ്പ് ചെയ്യുന്നതല്ല, സിസ്റ്റമാറ്റിക്കലി ആൻഡ് പ്രൊഫഷണലി ടച്ച് കൊടുത്ത് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. സോ നിങ്ങളുടെ കോഴ്സ് ഔട്ട്കമ്മിൽ ഫസ്റ്റ് പറയുന്നത് ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പ്രിപ്പയർ ബിൽഡിംഗ് ഡ്രോയിങ്സ് ആസ് പെർ ദ സ്പെസിഫൈഡ് ഗൈഡ് ലൈൻസ്. നമുക്ക് ചുമ്മാ ഒരു വീടിന്റെ പ്ലാൻ വരച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. NBC, KMPR, KPBR, അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് റൂൾസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം ആസ് പെർ അത് വെച്ചിട്ട് മാത്രമേ നമുക്കൊരു ബിൽഡിംഗ് ഡ്രോയിങ് സാങ്ഷൻ ചെയ്ത് വാങ്ങാൻ പറ്റും. ജസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ KMPR, NBC നോക്കത്തില്ല. പക്ഷെ നമുക്കൊരു ഗവൺമെന്റ് സാങ്ഷൻ കിട്ടേണ്ട ഒരു പ്ലാൻ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്പെസിഫൈഡ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. സോ നിങ്ങളിത് വരയ്ക്കുന്നത് നിങ്ങൾക്ക് സാങ്ഷൻ കിട്ടാനൊന്നും അല്ല. നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ വരയ്ക്കേണ്ടതില്ല. ശരിയാണ്, പക്ഷെ നിങ്ങളിപ്പോൾ വരയ്ക്കുമ്പോൾ ഈ ഗൈഡ് ലൈൻസ് കൂടെ അറിഞ്ഞിരുന്നിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, ദെൻ തേർഡ് വൺ വരുന്നത് access a complete building drawing to include all necessary information. ഞാനൊരു പ്ലാൻ വരച്ചു. ഓക്കെ, അത് വരയ്ക്കുന്ന ആൾക്ക് മാത്രമേ, ഞാനിപ്പം വരയ്ക്കുകയാണ് 1:10 സ്കെയിലാണ് ഞാൻ വരച്ചത്, അല്ലെങ്കിൽ 1:100 സ്കെയിലാണ് ഞാൻ വരച്ചത്. ഞാൻ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം എൻ്റെ മൈൻഡിലിരിക്കുകയാണ്. ഞാൻ ഡ്രോയിങ് ഷീറ്റിൽ ഒരിടത്തും അത് എഴുതി വെച്ചിട്ടില്ല. സോ ഞാനൊരു ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഞാൻ ഇവിടെ എഴുതുകയാണ് 12, ഇവിടെ എഴുതുകയാണ് 5. ഇങ്ങനെ എഴുതിയിട്ട് ഞാനിത് വേറൊരാൾക്ക് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെന്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, അത് മില്ലിമീറ്റർ ആണോ, അത് വായിക്കുന്ന ആൾ, റീഡ് ചെയ്യുന്ന ആൾക്ക് അറിയില്ല. ഇത് ഏത് ആസ്പെക്റ്റിൽ വായിക്കണം അല്ലെങ്കിൽ ഇത് ഏത് സ്കെയിലിലാണ് ഞാൻ വരച്ചിരിക്കുന്നതെന്ന് കാണുന്ന ആൾക്ക് അറിയില്ല. സോ ആരാണോ ഡ്രോയിങ് ചെയ്യുന്നത് അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ളൂ. ഞാനിപ്പോൾ 1:100 സ്കെയിലാണ് വരച്ചത്, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ സെന്റിമീറ്റേഴ്സിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വരയ്ക്കുന്ന ആളുടെ ഡിസിഷൻ അല്ലെങ്കിൽ അയാളുടെ ഒരു തിങ്കിങ്, അയാളുടെ ഒരു ബ്രെയിൻ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ഐഡിയ വെച്ചിട്ട് അയാൾ വരച്ചതാണ്. സോ ഇത് വായിക്കുന്നത് വേറൊരാളായിരിക്കും. കാരണം ഒരു എഞ്ചിനീയർ ഡ്രോയിങ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ചിലപ്പോൾ ഒരു കോൺട്രാക്ടറിനെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. സോ അയാൾക്ക് ഇത് വായിക്കാൻ പറ്റണം. എന്നാലേ നമ്മൾ വരച്ചു കൊടുത്ത പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകത്തുള്ളൂ. സോ ഇത് എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ മനസ്സിരുന്നാൽ പോരാ, ഇത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. സോ നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പം സൈഡിലൊരു ടൈറ്റിൽ ബാർ ഉണ്ട്. അവിടെ നമ്മൾ സംഭവം എഴുതണം. ഞാൻ വരച്ച സ്കെയില് 1:100 ആണ്. ഓക്കെ, അത് അങ്ങനെ നമ്മൾ എഴുതണം. ഇങ്ങനെ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ, ഇപ്പം ഞാൻ മില്ലിമീറ്റർ എന്ന് എടുക്കണം, മില്ലിമീറ്റേഴ്സ് എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയിരുന്നാലേ അതൊരു കംപ്ലീറ്റ് ഡ്രോയിങ് ആവും. ഇങ്ങനെ ഒന്നും ഇല്ല, സ്കെയിലില്ല, അതിൻ്റെ ഡയമെൻഷൻ ഇല്ല, അതിൻ്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒറ്റ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഡ്രോയിങ് അല്ല, അത് റോങ് ആണ്. ഓക്കെ, റോങ് ആയിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. സോ ഒരു കംപ്ലീറ്റ് ഡ്രോയിങ്ങിൻ്റെ അകത്തുനിന്ന്, കംപ്ലീറ്റ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ അകത്ത് നെസസറി ഇൻഫർമേഷൻ വേണം. ഓക്കെ, നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം. ഇത് നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പം ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു, ഇവിടെ ഞാനൊരു ഡോർ കൊടുത്തു. സോ
സോ ഈ ഡോറിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ഇവിടെ എഴുതിയിരിക്കണം. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ 100/2 ടൺ എന്ന് എഴുതിയാണ്. ഓക്കെ, 100/2 ടൺ എന്ന് എഴുതി. സോ ഇതെന്തായിരിക്കും? ഈ ഡോറിന്റെ ഡയമെൻഷനാണിത്. സോ ഞാൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് സൈഡിൽ ടൈറ്റിൽ ബാറിന്റെ മുകളിൽ ഒരു കോളം കൊടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ D1 എന്ന് കൊടുക്കുകയാണ്. D1 = 100/2 ടൺ എന്നെഴുതും. ഇത് താഴെ ഓൾ ഡയമെൻഷൻസ് ആരും ഇതിപ്പോൾ സെന്റിമീറ്ററിൽ ഞാൻ കൊടുക്കുകയാണ്. എന്നാലും ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും ഇവിടെ കൊടുക്കേണ്ട ഡോറ് 1 മീറ്ററിന്റെ ഡോറാണ് കൊടുക്കേണ്ടത്. ഹൈറ്റ് വരുമ്പോൾ 2.1 മീറ്ററിന്റെ ആണെന്ന് റീഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ. സോ ഇങ്ങനെ ഒന്ന് സ്പെസിഫിക്കേഷൻ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡ്രോയിങ് ആണ്, പക്ഷെ അത് കംപ്ലീറ്റ് ഡ്രോയിങ് അല്ല. സോ നമ്മളിവിടെ പഠിക്കുമ്പം നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സിൻ്റെ അകത്ത് എല്ലാ നെസസറി ഇൻഫർമേഷനും എഴുതിയിരിക്കണം. ഈ നെസസറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. സ്കെയിൽ വേണം, ഡയമെൻഷൻ ഏത് യൂണിറ്റിലാണ് ചെയ്തതെന്ന് വേണം, പിന്നെ നമ്മൾ ഡോറ്, വിൻഡോ, വെന്റിലേറ്റേഴ്സ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് അവിടെ മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. സോ നെക്സ്റ്റ് സിഒയിലേക്ക് പോവാം. ക്രിയേറ്റ് എ ഡിജിറ്റൽ ഫോം ഓഫ് ദ ബിൽഡിംഗ് പ്ലാൻ യൂസിങ് എനി ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ. എനി ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് ഞാൻ ഇനി പറയില്ല, കാരണം നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള AutoCAD ആണ്. സോ നിങ്ങൾ മാനുവലി മാത്രം വരയ്ക്കാൻ പഠിച്ചാൽ പോരാ. ഇപ്പോഴത്തെ കാലത്ത് മാനുവലി ഒന്നും വരയ്ക്കുന്നില്ല. സോ നമ്മളെല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. സോഫ്റ്റ് കോപ്പി നമ്മൾ പ്രിന്റ് എടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണ്. സോഫ്റ്റ് നമ്മൾ ഡിജിറ്റലി വരയ്ക്കാനാണ് എളുപ്പം, പക്ഷെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ബേസിക് അറിയാത്ത ഒരാൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ആദ്യം മാനുവലി വരച്ച് അതിൻ്റെ ഒരു ഡ്രോയിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഡിജിറ്റലിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സോ നമ്മൾ ബിൽഡിംഗ് പ്ലാൻ യൂസിങ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. സോ ഇവിടുത്തെ COs വരുന്ന ഫസ്റ്റ് നമുക്കൊരു ഡ്രോയിങ് സിസ്റ്റമാറ്റിക്കലിയും പ്രൊഫഷണലിയും ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ചുമ്മാ ഒരു ഡ്രോയിങ് വരയ്ക്കാൻ കഴിയില്ല, അതിന് ആസ് പെർ ദ സ്പെസിഫൈഡ് ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് വേണം നമ്മൾ അത് വരയ്ക്കാൻ. ദെൻ ബിൽഡിംഗ് ഡ്രോയിങ്ങിൻ്റെ അകത്ത് നെസസറി ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കണം, അതർവൈസ് അത് ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഇവിടെ AutoCAD ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ഫോമിലും കൂടെ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ക്രിയേറ്റ് എ ഡിജിറ്റൽ ഫോം ഓഫ് ദ ബിൽഡിംഗ് പ്ലാൻ യൂസിങ് എനി ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ, ദാറ്റ് മീൻ AutoCAD. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പം ടോട്ടൽ മാർക്ക് 150 ആണ്. 150 മാർക്കുണ്ട്. അതിൽ CIEക്ക് 75ഉം ECEക്ക് 75ഉം ഉണ്ട്. നിങ്ങളുടെ എക്സാം ഡ്യൂറേഷൻ, ഫൈനൽ എക്സാമിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ഡ്യൂറേഷൻ വരുമ്പം 2.5 മണിക്കൂറാണ്, 2.5 hours. എന്താ CIE? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. ആ പാറ്റേണിൽ വരുമ്പം നിങ്ങൾക്ക് 12 എക്സസൈസ് മാനുവലി വരയ്ക്കാനുണ്ട്. അത് A4 ഷീറ്റിൽ വരയ്ക്കാനുണ്ട്. അതിന് 50 മാർക്ക് കിട്ടും. സോ നിങ്ങൾ കോളേജിൽ ഇപ്പം നിങ്ങൾ എക്സാംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ച് കഴിഞ്ഞായിരിക്കുന്നു. സോ നിങ്ങൾ A4 ഷീറ്റിൽ 12 എക്സർസൈസുകൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 50 മാർക്സ് കിട്ടുന്നുണ്ട്. ദെൻ ആ 12 ഡ്രോയിങ്സ് തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിലും വരയ്ക്കാം. അത് AutoCADലും വരയ്ക്കണം. അത് A3 A4 ഷീറ്റിലോ വരയ്ക്കാം. അതിന് 25 മാർക്ക്. ഇവിടെ നിങ്ങൾക്ക് മാനുവലി വരയ്ക്കുന്നതിനാണ് വെയിറ്റേജ് കൂടുതൽ, അതിനാണ് 50 മാർക്സ് തന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ വരയ്ക്കാൻ 25 മാർക്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മാനുവലി വരയ്ക്കാൻ കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ദെൻ എൻ സെമസ്റ്റർ എക്സാം, ESC മീൻസ് എൻ സെമസ്റ്റർ എക്സാം ആണ്. ആ പാറ്റേൺ വരുമ്പോൾ 2.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. അത് നിങ്ങൾക്കൊരു A2 സൈസ് ആൻസർ ബുക്ക്ലെറ്റ് തരും. 75 മാർക്കിനാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലി മാനുവൽ ഡ്രാഫ്റ്റിംഗ് ഫോർ ESC. നിങ്ങൾക്ക് എക്സാമിന് A2 ഷീറ്റ് തരും, നിങ്ങൾ മാനുവൽ ഡ്രോയിങ് വരയ്ക്കുക. അവിടെ AutoCAD അല്ല ചോദിക്കുന്നത്, സോഫ്റ്റ്വെയർ അല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് മാനുവൽ ഡ്രാഫ്റ്റിംഗ് ആണ് ചോദിക്കുന്നത്. സോ നിങ്ങളിവിടെ പഠിക്കുമ്പോൾ മാനുവൽ ഡ്രാഫ്റ്റിങ്ങിന് കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് പോവാം. നിങ്ങളുടെ സിലബസിലേക്ക് വരികയാണ്. ലിസ്റ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് 15 എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 12 എക്സ്പെരിമെന്റ് ഔട്ട് ഓഫ് 15 need to be performed mandatorily. 15 എണ്ണമാണ് തന്നിട്ടുള്ളത്, 3 എണ്ണം ഓപ്ഷണൽ ആണ്. 12 എണ്ണം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഏത് വേണോ എക്സാമിന് ചോദിക്കാം. 12 എണ്ണം പഠിച്ചിരിക്കുക. ദെൻ ഈ 12 എണ്ണത്തിന്റെ തന്നെ മാനുവൽ ഡ്രാഫ്റ്റിംഗും പഠിക്കുക, ഡ്രാഫ്റ്റിംഗ് യൂസിങ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ, അതായത് AutoCAD ഉപയോഗിച്ചും പഠിക്കുക,
മാൻഡേറ്ററി ആണ്. സോ 15 എക്സ്പെരിമെന്റ് ഉണ്ട്. അതിൽ 12 എണ്ണമാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ആ 12 എണ്ണം മാനുവലിയും വരയ്ക്കണം, ഓട്ടോക്യാഡ് യൂസ് ചെയ്തും ഡിജിറ്റലായിട്ടും വരയ്ക്കാം. സോ നമുക്ക് എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്രോ സെക്ഷണൽ ഡീറ്റെയിൽസ് ആൻഡ് എലിവേഷൻ ഓഫ് പാനൽഡ് ഡോർ. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണുന്നതാണ് ഡോർസ്. സോ പാനൽഡ് ഡോർസിന്റെ സെക്ഷണൽ ഡീറ്റെയിൽസും എലിവേഷനും ആണ് ഫസ്റ്റ് ഡ്രോയിങ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആണ്. സെക്കൻഡ് വരുമ്പം സെക്ഷണൽ ഡീറ്റെയിൽസ് ആൻഡ് എലിവേഷൻ ഓഫ് ഗ്ലേസ്ഡ് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ഇൻ വുഡ്. തടിയിൽ, ഇതിപ്പം പാനൽഡ് ഡോർ ആയാലും വുഡിലുള്ളതാണ് അവർ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പണ്ട് കാലം തൊട്ട് കേരള സ്റ്റൈലാണ് നമ്മൾ വുഡിൽ തീർത്ത കാര്യങ്ങൾ അല്ലേ. സോ നിങ്ങൾ എല്ലാവരും വീട്ടിലും കാണുന്നതാണ് വുഡിൽ തീർത്ത ഡോർസ്. സോ ആദ്യം നമുക്ക് വരുമ്പോൾ പാനൽഡ് അല്ലെങ്കിൽ ഒരു ഷട്ടർ ടൈപ്പ് ഡോർ, പാനൽഡ് ഡോറിന്റെ സെക്ഷണൽ ഡീറ്റെയിൽസും എലിവേഷനും ആണ് ചോദിക്കുന്നത്. അടുത്ത് വരുമ്പോൾ വെന്റിലേറ്റേഴ്സും ഗ്ലേസ്ഡ് വിൻഡോസും ഇൻ വുഡിൽ തീർത്തതാണ്, അതിന്റെയും സെക്ഷണൽ ഡീറ്റെയിൽസും എലിവേഷനും ആണ് ചോദിക്കുന്നത്. ദെൻ അടുത്ത് വരുമ്പം സെയിം സെക്ഷണൽ ഡീറ്റെയിൽസ് ഡീറ്റെയിലിംഗ് ഓൺ ഫിക്സിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് എലിവേഷൻ ഓഫ് സ്റ്റീൽ വിൻഡോ. നേരത്തെ നമ്മൾ വുഡിലുള്ള വിൻഡോസ് പഠിച്ചു, അടുത്ത് നമ്മൾ സ്റ്റീൽ വിൻഡോസ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. ദെൻ ഫോർത്ത് വൺ വരുമ്പം അതിൻ്റെ അകത്ത് ഫിക്സിംഗ് അറേഞ്ച്മെന്റ്, എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യുക അറേഞ്ച്മെന്റ്സും പഠിക്കാനുണ്ട്. ദെൻ അടുത്ത് വരുമ്പോൾ ഡ്രോ എലിവേഷൻ സെക്ഷൻ ആൻഡ് ഡീറ്റെയിലിംഗ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ആൻഡ് അറേഞ്ച്മെന്റ് ഫോർ ഫിക്സിംഗ് ദ സപ്പോർട്ട് ഓഫ് സ്റ്റീൽ റൂഫ് ട്രസ്. നമുക്ക് കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ്, ഇങ്ങനെയൊക്കെ ട്രസ്സുകളുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ കണക്ഷൻ ബിറ്റ്വീൻ, അതിൻ്റെ അകത്ത് ടൈ ബീം, അങ്ങനെ കുറച്ച് ബീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ ഒരു അറേഞ്ച്മെന്റ്, അതെങ്ങനെയൊക്കെ അതിന്റെ ഫിക്സിംഗ് ഗേറ്റിന്റെ അറേഞ്ച്മെന്റ് അതും പഠിക്കാനുണ്ട്. അത് സ്റ്റീലിന്റെ ആണ്. സോ വുഡിന്റെ 2 എണ്ണമായി പാനൽഡ് ഡോറും ഗ്ലേസ്ഡ് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ്. ദെൻ നമുക്ക് സ്റ്റീൽ വിൻഡോസിന്റെ അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ സ്റ്റീൽ റൂഫ് ട്രസിന്റെ കണക്ഷൻ മെമ്പേഴ്സും ഫിക്സിംഗ് സപ്പോർട്ടും. ദെൻ അഞ്ചാമത് വരുന്നത് പ്ലാൻ സെക്ഷൻ എലിവേഷൻ ഓഫ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ്. നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റെയർ ഉണ്ടായിരിക്കും അല്ലേ. ആ സ്റ്റെയർ കേസ് പല ടൈപ്പ് സ്റ്റെയർ കേസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അത് സ്പൈറൽ ഉണ്ട്, റേഡിയൽ, നമുക്ക് ഒരുപാട് ക്വാർട്ടർ സ്പാൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്റ്റെയർ കേസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഒന്നേ പഠിക്കാനുള്ളൂ, ഡോഗ് ലെഗ്ഡ്. മെയിനായിട്ട് എക്സാമിനൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ്. അതിന്റെ പ്ലാൻ വരയ്ക്കണം, സെക്ഷൻ വരയ്ക്കണം, എലിവേഷൻ. പിന്നെ അടുത്ത് വരുമ്പോൾ 6th എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോൾ ഡ്രോ സെക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ ലോഡ് ബിയറിംഗ് വാൾ ഓവർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ മുകളിൽ വരുന്ന ലോഡ് ബിയറിംഗ് വാള്, അതുപോലെ തന്നെ RCC കോളം ഓവർ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ മുകളിൽ വരുന്ന ഒരു RCC കോളം, അതുപോലെ തന്നെ പൈൽ ഫൂട്ടിംഗ് വിത്ത് പൈൽ ക്യാബ്. അത് കുറച്ച് വലിയൊരു എക്സ്പെരിമെന്റ് ആണ്. അതിനകത്ത് 3 കാര്യങ്ങളാണ് വരുന്നത്. സ്ട്രിപ്പ് ഫൂട്ടിന്റെ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ മുകളിലുള്ള ഒരു ലോഡ് ബിയറിംഗ് വാള്, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ മുകളിൽ ഒരു RCC കോളം, അതുപോലെ പൈൽ ഫൂട്ടിംഗ് വിത്ത് പൈൽ ക്യാപ്പ്. ഇത് ഇത്രയാണ് നിങ്ങൾക്ക് 6th എക്സ്പെരിമെന്റിൽ വരുന്നത്. സോ 7 വരുമ്പം ഡ്രോ പ്ലാൻ സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് എ സിംഗിൾ സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ് വിത്ത് ഫ്ലാറ്റ് റൂഫ്. ഇത് കഴിയുമ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് ലെവലിലോട്ട്, അതായത് നമുക്കറിയാം നോർമലി സിവിൽ എഞ്ചിനീയർ പ്ലാൻ വരച്ച് പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെന്നാണ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ 7ാമത്തെ എക്സ്പെരിമെന്റ് വരുമ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു വീടിന്റെ പ്ലാൻ വിത്ത് ഫ്ലാറ്റ് റൂഫ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വരുന്നത്. സോ 8ാമത് വരുമ്പോൾ ആ സിംഗിൾ സ്റ്റോറി എന്നുള്ളത് നമ്മളൊരു G+1 2 സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അതിന്റെ റൂഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് പല മോഡൽസിൽ കൊണ്ടുവരാം. സോ 8ാമത് വരുമ്പം പ്ലാൻ സെക്ഷൻ എലിവേഷൻ ഓഫ് 2 സ്റ്റോറിഡ് ബിൽഡിംഗ് ആണ് വരുന്നത്. ദെൻ 9 വരുമ്പോൾ ഡ്രോ പ്ലാൻ സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. അത് വരുമ്പം കമ്മ്യൂണിറ്റി ഹാൾ ഹാവിങ് കൊറുഗേറ്റഡ് GI ഷീറ്റ് റൂഫ്. ഒരു കമ്മ്യൂണിറ്റി ഹാൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റൂഫ് വരുന്നത് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, കൊറുഗേറ്റഡ് ആയിട്ടുള്ള GI ഷീറ്റ് ഉപയോഗിച്ചുള്ള ഒരു റൂഫാണ് വരുന്നത്. അപ്പൊ നമ്മൾ റൂഫ് ട്രസ്, നമ്മളിവിടെ സ്റ്റീൽ ട്രസ് പഠിച്ചില്ലേ, ഈ ഒരു 4ാമത്തെ എക്സ്പെരിമെന്റ് സ്റ്റീൽ റൂഫ് ട്രസ് പഠിച്ചു. അതിന്റെയൊക്കെ കൂടെ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ് ഈ ഒരു 9ാമത്തത്. ദെൻ 10 വരുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രിപ്പയർ എ സൈറ്റ് പ്ലാൻ ആൻഡ് സർവീസ് പ്ലാൻ ആസ് പെർ ലേറ്റസ്റ്റ് ബിൽഡിംഗ് റൂൾസ്
KPBR ആൻഡ് KMBR. ഓക്കെ, അപ്പൊ അത് ഇത്ര നേരം നമ്മൾ ബിൽഡിങ്സ്, ഡോറ്, വിൻഡോ, റൂഫ് ട്രസ്, സ്റ്റെയർ കേസ്, ഫൂട്ടിങ്സ്, പൈൽ ക്യാപ്പ് ഇതൊക്കെയാണ് പഠിച്ചു വന്നത്. ടു സ്റ്റോറീഡ് ബിൽഡിംഗ്, 1 സ്റ്റോറി, സിംഗിൾ സ്റ്റോറീഡ്, കമ്മ്യൂണിറ്റി ഹാള്. ഇത് ഒരു പ്രത്യേക തരം ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് 10ാമത് വരുമ്പോൾ. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 3 എക്സ്പെരിമെന്റ് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടില്ല, നിങ്ങൾ എന്തായാലും ഇത് വരയ്ക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് പോകുമ്പം നമുക്ക് ഗവൺമെന്റ് ലെവൽ സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സർവീസ് പ്ലാൻ, സൈറ്റ് പ്ലാൻ ഒക്കെ ഒരു ബിൽഡിംഗ് പ്ലാനിൽ അത്യാവശ്യമാണ്. സോ സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ നിങ്ങളിത് ചെയ്യാൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് ഈസിയാണ്. നമ്മൾ മറ്റ് പ്ലാൻസ് ഒക്കെ അതിൻ്റെയൊക്കെ എന്ത് വരയ്ക്കണം, നമുക്ക് സെക്ഷൻ വരയ്ക്കണം, എലിവേഷൻ വരയ്ക്കണം. ഇവിടെ വരുമ്പോൾ പ്ലാൻ മാത്രമേ ഉള്ളൂ, സർവീസ് പ്ലാനും സൈറ്റ് പ്ലാൻ. ഇത് കുറച്ചുകൂടെ ഈസിയാണ്, പക്ഷെ ഈ 2 റൂൾസ് ഉപയോഗിച്ചാണ് വരയ്ക്കുക. റൂൾസ് ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഓക്കെ, പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നുന്നതല്ല, സിമ്പിൾ ആണ്. സോ നിങ്ങളിത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ബേസിക്സ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡ്രോയിങ് തന്നാലും ഈസിലി ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വരും 11ാമത്തെ എക്സ്പെരിമെന്റിലേക്ക് വരുമ്പം പ്രിപ്പയർ ഡീറ്റെയിൽ ഡ്രോയിങ് ഓൺ ബിൽഡിംഗ് സർവീസസ്. ഓക്കെ, ഫോർ സിംഗിൾ ആൻഡ് 2 സ്റ്റോറീഡ് ബിൽഡിംഗ്സ് ഓൺലി ആൻഡ് ഓൺ സൈറ്റ് വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ സിസ്റ്റം ലൈക്ക് സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും. ഇത് നമുക്കൊരു സാങ്ഷൻ ലെവലിൽ കിട്ടേണ്ട ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ അത് സൈറ്റ് പ്ലാൻ വേണം. നമ്മൾ സാധാരണ വരയ്ക്കുമ്പം നിങ്ങളിപ്പോൾ കോളേജിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ഡ്രോയിങ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ, ഈ 3 കാര്യങ്ങൾ, പിന്നെ സ്പെസിഫിക്കേഷൻ ടേബിൾ, അതുപോലെ തന്നെ താഴെ ഒരു ടൈറ്റിൽ ബാർ, ഇത്രയാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളൊരു ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് PWD അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒറിജിനൽ പ്ലാൻ കാണാം. അത് കാണുമ്പോൾ നമ്മൾ ഈ വരച്ച പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ ഒക്കെ ഒരു സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ വരുന്നതാണ് സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, സെപ്റ്റിക് ടാങ്ക്, സോക്ക് പിറ്റ്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്ലാൻസ്, സ്പെസിഫിക്കേഷൻ എല്ലാം ആ പ്ലാനിൽ ഉണ്ടായിരിക്കണം, ഒരു സാങ്ഷൻ ലെവൽ കിട്ടേണ്ട പ്ലാൻസിൽ. സോ നിങ്ങൾ സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും അത് വരയ്ക്കാൻ പഠിക്കണം. ദെൻ അടുത്ത് 12 വരുമ്പോൾ പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് മൾട്ടി സ്റ്റോറീഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ. നമ്മൾ നേരത്തെ സിംഗിൾ സ്റ്റോറീഡും 2 സ്റ്റോറീഡും പഠിച്ചു. അതുപോലെ അടുത്ത് വരുന്നതാണ് കുറച്ചുകൂടെ നിലകളുള്ള G+1, G+2 എബോ വരുന്ന മൾട്ടി സ്റ്റോറീഡ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പഠിക്കുക. ദെൻ അടുത്ത് വരുമ്പോൾ ഡ്രോ പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് എ പബ്ലിക് ബിൽഡിംഗ്. പബ്ലിക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പബ്ലിക് ബിൽഡിങ്ങിന്റെ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ വരച്ചാൽ മതി. പക്ഷേ ഏതെങ്കിലും എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും എടുക്കുക. ഒന്ന് ഓഫീസ് കോംപ്ലക്സ്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെന്റർ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഓർ എ ബാങ്ക്. ഇതിൽ ഏതെങ്കിലും 4 ഏതിനെങ്കിലും ഒന്നിന്റെ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ വരയ്ക്കുക. ഇതൊരു പബ്ലിക് ബിൽഡിംഗിലേക്ക് വരികയാണ്. സോ നോർമലി ഒരു ഓഫീസ് കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് വരച്ച് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ. ഇത് രണ്ടുമാണ് വരയ്ക്കാൻ തന്ന് കണ്ടിട്ടുള്ളത്. എക്സാംസിനല്ല, നിങ്ങൾക്ക് കോളേജിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ഇത് രണ്ടുമാണ് തന്ന് കണ്ടിട്ടുള്ളത്. സോ 14 വരുമ്പോൾ നമ്മൾ ലാസ്റ്റിലേക്ക് വരികയാണ്. ഡ്രോ പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് എ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൊറുഗേറ്റഡ് GI സ്റ്റീൽ റൂഫ് ആൻഡ് PEB ബേസ്ഡ് വാളിംഗ് എലമെന്റ്സ്. ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അപ്പോൾ നമ്മളൊരു പബ്ലിക് ബിൽഡിംഗ് ആയി, ദെൻ അടുത്തൊരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വിത്ത് GI ഷീറ്റ് റൂഫിംഗ് ആണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുമ്പം ക്രിയേറ്റ് 3D മോഡൽ ഓഫ് എ 2 സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് റെൻഡർ ദ മോഡൽ. ഇതൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. മിക്കവാറും ഉള്ള കോളേജസിൽ നമുക്ക് 15 എണ്ണത്തിൽ 12 എണ്ണം ചെയ്താൽ മതി, 3 എണ്ണം ഓപ്ഷനാണ്. സോ നോർമലി ഈ 15ാമത്തത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. 3D അത് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ട് നമുക്ക് പഠിക്കണം. നമ്മുടെ സിലബസിൽ അതിനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. സോ നമുക്ക് ആ ഒരു ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് പതിവ്. ഓക്കെ.